അമേരിക്കൻ തെരഞ്ഞെടുപ്പ് വാർത്തയിലേക്ക് എത്താം. അതിനു മുൻപ് ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾ പുലർച്ചെ അല്ലെങ്കിൽ ദിനം പുലരുമ്പോൾ 500 രൂപയുടെയും 1000 രൂപയുടെയും വിലയില്ലാത്ത കറൻസികൾ കയ്യിൽ കരുതി മാനത്തേക്ക് നോക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ടി വരുന്നു. സമ്പത്ത് MP പാർലമെന്റിനെ കേരളത്തിൽ നിന്നും നമ്മുടെ പ്രതിദാനം ചെയ്യുന്ന പാർലമെന്റ് അംഗം സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ്, KVS ഹരിദാസ്, അദ്ദേഹം മോദി സർക്കാരിൻ്റെ ഒരർത്ഥത്തിൽ പ്രതിനിധി എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല മധു നായർ, ദൈനംദിനമായി അദ്ദേഹം പണം കൈകാര്യം ചെയ്യുന്ന വ്യക്തി കൂടിയായതുകൊണ്ട് കൂടി ഈ ചർച്ചയ്ക്ക് കൂടി ഈ തലത്തിൽ ഈ സമയത്ത് പ്രസക്തി കൂടുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഉമേഷ്, വലിയ സങ്കീർണത, വെല്ലുവിളികൾ നിറഞ്ഞ ഒരു തീരുമാനം, കാരണം പൊടുന്നനെ ഉണ്ടായ ഒരു തീരുമാനം, അതിൻ്റെ ലക്ഷ്യം എന്തായാലും കൂടി ആത്യന്തികമായി ജനങ്ങൾ ഒരു കൺഫ്യൂഷനിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടോ? പ്രജീഷ, അങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക. കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് വൈറ്റ്ല പാലാരോട്ടം ബൈപ്പാസിലുള്ള ഒരു ATM കൗണ്ടറിൻ്റെ മുൻപിലാണ്. ഇന്നലെ രാത്രി 12 മണി വരെ ഇവിടെ വൻ തിരക്കായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പണം ഉള്ളത് പിൻവലിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ജനങ്ങൾ. ഇന്ന് നമുക്കറിയാം ATMകളെല്ലാം തന്നെ ശൂന്യമാണ്. ഈ ATM മാത്രമല്ല, എല്ലാ ATMകളും ശൂന്യമാണ്. ഒരിടത്തും ജനങ്ങളാരും തന്നെ ഇല്ല, ഒരു ATMും പ്രവർത്തിക്കുന്നുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, നേരത്തെ പണം കയ്യിലുണ്ടായിരുന്നവർ, അതായത് 1000ൻ്റെയും 500ൻ്റെയും നോട്ടുകൾ കയ്യിലുണ്ടായിരുന്ന ഒന്നിച്ച് പിൻവലിച്ച് കയ്യിൽ വയ്ക്കുന്ന ഒരു രീതി പലർക്കുമുണ്ട്. അത്തരത്തിലുള്ളവരാണ് ഈ ദിവസങ്ങളിൽ ഏറെ കഷ്ടപ്പെടുന്നത്. അവർക്ക് ഈ 2 ദിവസം ഇതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം, നോട്ടുകൾ മാറാൻ കഴിയാത്ത സാഹചര്യം, കാരണം ബാങ്ക് ഇന്നില്ല. അത്തരത്തിൽ ഈ ഒരു ദിവസം വലിയ പ്രതിസന്ധിയാണ് അവർ അനുഭവിക്കുന്നത് എന്ന് തന്നെ നമുക്ക് കരുതാം. എങ്കിൽ തന്നെയും പ്രധാനമന്ത്രി പറഞ്ഞതനുസരിച്ച് പെട്രോൾ ബങ്കുകളിലും ആശുപത്രി അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ നോട്ടുകൾ ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞിരുന്നെങ്കിലും നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള പെട്രോൾ ബങ്കുകളിലും മറ്റും പമ്പുടമകൾ ഇത് സ്വീകരിക്കാൻ വിസമ്മതിക്കുന്ന ഒരു കാഴ്ചയും പല സ്ഥലത്തും ഉണ്ട്. ആ ഒരു പേരിൽ തന്നെ യാത്രക്കാരും പമ്പുടമകളും തമ്മിലുള്ള തർക്കം പല സ്ഥലങ്ങളിലും നടക്കുന്നു. പല സ്ഥലത്തും ഹോട്ടലുകളിലും മറ്റും ഭക്ഷണം കഴിച്ച ശേഷം 500ൻ്റെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നോട്ടുകൾ നൽകുകയാണെങ്കിൽ അവർ വാങ്ങാൻ അത് വിസമ്മതിക്കുന്നു. അത്തരത്തിൽ വലിയ കഷ്ടപ്പാടുകളാണ് ജനങ്ങൾക്ക് ഈ ഒരു ദിവസം ഉണ്ടായിരിക്കുന്നത്. ശരി ഉമേഷ്, കൂടുതൽ പ്രതികരണം കൂടി വേണ്ടതുണ്ട്. നേരത്തെ മധു നായർ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇതിലെ ചർച്ചയെ അല്ലെങ്കിൽ അതിൻ്റെ അഗാധതലത്തിലേക്ക് താങ്കൾ പോകാൻ കഴിയുന്നില്ലെങ്കിലും ലളിതമായി പറയാം, താങ്കളുടെ കൈവശം 1000-ഓ 500-ഓ ഉണ്ടെങ്കിൽ യാതൊരു വിലയുമില്ല ഇന്നത്തെ ദിനത്തിൽ. അതാണ് ലളിതമായി പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നത് ശ്രീ സമ്പത്ത്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം? കാരണം കള്ളപ്പണം നമ്മളുടെ അല്ലെങ്കിൽ NDA സർക്കാരിൻ്റെ ആത്യന്തികമായി അവർ മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിലടക്കം വലിയൊരു ഘടകമായിരുന്നു കള്ളപ്പണം ഇല്ലാതാക്കുക അല്ലെങ്കിൽ കൊണ്ടുവരിക. ഇത് ഇന്നലെ രാത്രി ഉണ്ടായ തീരുമാനം ഞെട്ടിക്കുന്നതായിരുന്നോ? എടുത്ത തീരുമാനത്തിലെ വെല്ലുവിളികൾ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഈ കള്ളപ്പണമേ ഈ സാധനത്തിലല്ല കള്ളപ്പണക്കാർ സൂക്ഷിക്കാറുള്ളത്. ഈ റിസർവ് ബാങ്കിൻ്റെ ഗവർണർ ഇതിൽ എഴുതിയിട്ടുള്ള ഐ പ്രോമിസ് ടു പേ ദ ബെയറർ ദ സം ഓഫ് 500 rupees എന്ന്, ഇതിലും 1000 rupees എന്നൊക്കെ എഴുതിയിരിക്കുന്ന പോലെ ഈ കള്ളപ്പണം ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾക്ക് കള്ളപ്പണം സൂക്ഷിക്കാനും അത് ക്രയവിക്രയം ചെയ്യാനും, അവർക്ക് കള്ളപ്പണത്തെ തന്നെയാണ് പിന്നീട് അത് പ്രസവിച്ച് അണലിയുടെ കുഞ്ഞിനെ പ്രസവിക്കുന്നത് പോലെ ഈ കള്ളപ്പണം അത് എങ്ങനെയൊക്കെ സൂക്ഷിക്കണമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. ഈ കള്ളപ്പണം, നല്ല കള്ളപ്പണക്കാരെല്ലാം ഇന്ത്യയിലല്ല ഈ കള്ളപ്പണം സൂക്ഷിക്കുന്നത്. കള്ളപ്പണം സൂക്ഷിച്ചിട്ടുള്ളത് സ്വിസ് ബാങ്ക്, ലിച്ചൻസ്റ്റൈൻ, അങ്ങനെ മറ്റു പല സ്ഥലങ്ങളിലുമൊക്കെയാണ് അവർ കള്ളപ്പണം എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? കള്ളപ്പണം അവർ പ്രഷ്യസ് മെറ്റൽസ് ആയിട്ടും പ്രഷ്യസ് സ്റ്റോൺസുമായിട്ടാണ് അവർ സൂക്ഷിക്കാറുള്ളത്. മറ്റൊന്ന്, ഈ ലോകത്ത് പലയിടത്തും പോയിട്ട് ഈ സാധനവും കൊണ്ടുപോയാലേ ഇതിന് കപ്പലണ്ടി കടലാസിൻ്റെ വില പോലും ഇല്ല. ഇത് ഒരു പക്ഷേ നേരത്തെ ഇപ്പോൾ മധുനായരുടെ ഭാഷയിൽ പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കടബാധ്യതയുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഡോളറിന് വേണ്ടിയിട്ടാണ് ലോകത്തിലെ ആളുകൾ ഓടുന്നത്. അങ്ങനെ വേറെ പല രാജ്യങ്ങളുടെയും നാണയങ്ങളായിട്ടൊക്കെ ആയിരിക്കും പലരും ഇതെല്ലാം സംഭരിച്ചു വയ്ക്കുക. ഇന്ത്യയിൽ എന്താ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്? ഇന്ത്യയിലിപ്പോൾ ഇന്നലെ രാത്രി ഇത് പ്രഖ്യാപിക്കുന്നു, ഇതിന് വിലയില്ല എന്ന് പറയുന്നു. ഈ ATM കൗണ്ടറുകളിലെല്ലാം ആളുകൾ ചെന്നിട്ട്, മുമ്പ് നമുക്കറിയാം ഒരു വലിയ ന്യൂ ജനറേഷൻ ബാങ്കിൻ്റെ ATMകളിലെല്ലാം ആളുകൾ അടിച്ചു പൊട്ടിച്ചത് നമുക്കറിയാം. ആ ബാങ്കിനെ നിലനിർത്താനായി അന്നത്തെ UPA ഗവൺമെൻറ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് ഒറ്റ രാത്രി കൊണ്ട് 1000 കോടി രൂപ അതിലേക്ക് പമ്പ് ചെയ്യാനായിട്ട് പറഞ്ഞു. ഇല്ലായിരുന്നെങ്കിൽ റോഡിൽ അതിലെ ഉദ്യോഗസ്ഥന്മാരെ പലരെയും ജനങ്ങൾ റോഡിലിട്ട് അടിച്ചു കൊന്നേനെ. അവരുടെ ജനങ്ങളുടേതായിട്ടുള്ള നിക്ഷേപം, പണം അവിടെയാണ്, അത് ഒലിച്ചു പോയി എന്നുള്ളത് കൊണ്ട് ഇവിടെ ജനങ്ങൾക്ക് ഒരുപാട് ഇതുകൊണ്ട് പ്രയാസമുണ്ടാവും. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ഇത് ഓട്ടോറിക്ഷക്കാരൻ ഇതെടുക്കുമോ ഇന്ന്? എനിക്ക് കടയിലേക്ക് വീട്ടു സാധനം വാങ്ങാനായി ചെന്നാൽ ഇതെടുക്കുമോ ഇന്ന്?
എൻ്റെ സ്കൂളിൽ കുട്ടിക്ക് ഫീസ് അടയ്ക്കാനായി കൊടുത്തയച്ചാൽ എടുക്കുമോ ഇത്? പാൽക്കാരന് കൊടുത്താൽ എടുക്കുമോ ഇത്? എനിക്ക് കടം വാങ്ങിയതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ശ്രീ മധു നായരിന് കടം വാങ്ങിച്ചാണ് ചേട്ടാ, അതുകൊണ്ടാണ് അതായത് അത് വാങ്ങുമോ? ഈ ഒരു കാര്യത്തിൻ്റെ എവിടെയാണ് ഇത് എടുക്കുക? പെട്രോൾ പമ്പിൽ എടുക്കുന്നില്ലല്ലോ. അവിടുത്തെ ഒരു പക്ഷേ ഈ അപസ്വരങ്ങൾ കാണുന്നത് ഇതിന്റെ ഭാഗമാണ്. പക്ഷേ ഡോക്ടർ മേരി ജോർജ്, ഈ എടുത്ത തീരുമാനത്തിൽ ധൃതി പിടിച്ചാണോ, അല്ലെങ്കിൽ ഇതിന്റെ ആത്യന്തിക ലക്ഷ്യം നേരത്തെ സംഭവം സൂചിപ്പിച്ചതുപോലെ കള്ളപ്പണം പൂർണ്ണമായും അതാണ് ലക്ഷ്യമെങ്കിൽ അതിലെ വൈരുദ്ധ്യങ്ങളാണ് അദ്ദേഹം കാണിച്ചത്. എന്താണ് ഒരു പക്ഷേ സർക്കാർ എടുത്ത തീരുമാനത്തെ എങ്ങനെ കാണും? അതായത് സർക്കാർ ഇക്കാര്യത്തിൽ എടുത്തത് വളരെ ശ്ലാഘനീയമായ ഒരു തീരുമാനം എന്ന നിഗമനത്തിലാണ് ഞാൻ എത്തിച്ചേരുന്നത്. നല്ല വശങ്ങൾ വിശദീകരിക്കും. അതെ, ഇന്നൊരു ദിവസം സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നത് ശരിയാണ്. പക്ഷെ ശ്രീ സമ്പത്ത് MP പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ പറയട്ടെ, കള്ളപ്പണം സ്വർണമായിട്ടോ അല്ലെങ്കിൽ അത് മറ്റ് സ്ഥാവര ജംഗമ വസ്തുക്കളായിട്ടോ അതും അല്ലെങ്കിൽ വിദേശ ബാങ്കുകളിലോ സൂക്ഷിക്കുന്നു, ശരിയാണോ? വലിയ ഒരു ഭാഗവും അങ്ങനെയാണ് സൂക്ഷിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 2016-17 ബജറ്റിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു പ്രോമിസ് മുമ്പോട്ട് വെച്ചിരുന്നു. അതായത് നിങ്ങളുടെ കൈവശം കള്ളപ്പണമോ കള്ളനോട്ടും കള്ളപ്പണമാണല്ലോ ഉണ്ടെങ്കിൽ അത് സറണ്ടർ ചെയ്യുക, വോളണ്ടറി ഡിസ്ക്ലോഷർ നോ. അങ്ങനെ 42% വരെ നികുതി കൊടുക്കേണ്ടി വരും അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യുമ്പോൾ. പക്ഷേ ബാക്കി 42 രൂപ നികുതിയായി പോയാലും ബാക്കിയുള്ളത് 58 രൂപ വെള്ളപ്പണമായിട്ട് അവർക്ക് കിട്ടും. അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷൻ വെച്ചു. മാത്രവുമല്ല, ഈ പണം അതായത് ഇന്ത്യയിലെ ഏത് വ്യക്തിയാണെങ്കിലും 2 ലക്ഷത്തിൽ കൂടുതൽ മൂല്യമുള്ള പർച്ചേസസ് നടത്തുന്ന പക്ഷം പാൻ കാർഡ് നിർബന്ധമാക്കി. ഈ 2 സൂചനകളും ബജറ്റിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ സാധാരണ രീതിയിൽ കള്ളപ്പണം സൂക്ഷിക്കുന്നവർക്ക് അറിയാം, മനസ്സിലാക്കേണ്ടിയിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഇതിൻ്റെ മുകളിൽ ഇതിനേക്കാൾ വലിയ ഒരു പിടി വീഴുമെന്ന്. പക്ഷേ 30,000 കോടി മാത്രമേ കേന്ദ്ര ഗവൺമെൻറ്റിന് ഇതുവഴിയായിട്ട് സംഭരിക്കാൻ പറ്റി, ഡിസ്ക്ലോഷർ വഴിയായിട്ട് സമാഹരിക്കാൻ പറ്റിയുള്ളൂ. അപ്പോൾ ഇനിയും ഒരുപാട് ദശകോടികൾ ഉണ്ടെന്നുള്ളത് വളരെ ക്ലിയറാണ്. 2 ലക്ഷത്തിൽ കൂടുതൽ പാൻ കാർഡ് ഇല്ലാണ്ട് ചെലവഴിക്കാമായിരുന്നുവെങ്കിൽ കള്ളപ്പണക്കാര് ഇത് സ്വർണമായിട്ടോ മറ്റ് രീതിയിലേക്കോ ഇതിനകം കൺവേർട്ട് ചെയ്തേനെ. അത് പാടില്ല. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ആശയക്കുഴപ്പം അതായത് നാട്ടിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഇന്നുണ്ടായ ഈ ഒരു ബുദ്ധിമുട്ട്, കാരണം സർക്കാർ പോലും ഒരു പക്ഷേ വിൻസ് മീൻസിലേക്ക് പോകുന്ന കാര്യം ഇന്നലെ ധനമന്ത്രി പറയുന്ന ഒരു സാഹചര്യം ഇവിടെ അത് മാറ്റിവെക്കും. ജനങ്ങൾ ആത്യന്തികമായി എനിക്ക് ഒന്നോടെ പറയാനുണ്ട്, സർക്കാരിന്റെ ബന്ധാണ്. എനിക്ക് പറയാനുണ്ടോ അതിന്റെ കൂടെ ഇന്നലെ തന്നെ ശരിയാണ്. അപ്പൊ ഇന്നലെ തന്നെ റിസർവ് ബാങ്കിന്റെ അതായത് ലേറ്റ് ആയിട്ട് ഒരു 10-10:30 മണിക്കൊക്കെ എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിൽ അപ്പോൾ ഞാനുണ്ട് അന്നേരം ഇറങ്ങിയ ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് അനുസരിച്ച് ഇപ്പൊ നിങ്ങൾക്ക് ഡോക്ടേഴ്സ് പേയ്മെന്റ് നടത്തണോ അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ അതിന്റെ സങ്കീർണത ഞാൻ ചോദിക്കുന്നത്, കാരണം ഈ പോസ്റ്റ് ഓഫീസുകളിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ബാങ്കുകളിലേക്കോ പോകുന്നു, എത്ര പേർ പോകും അല്ലെങ്കിൽ എത്രത്തോളം അതിന്റെ ആ തോത് മനസ്സിലാക്കണം. പിന്നെ ഈ ബാങ്കുകൾ ATM-ന്റെ അവിടേക്കുള്ള അല്ലെങ്കിൽ പണത്തിന്റെ പരിധി പോലും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല സാധാരണക്കാരൻ രാവിലെ ശ്രീ സമ്പത്ത് രാവിലെ ഈ 500 രൂപ 1000 രൂപ എടുത്ത് കൈവച്ച് ഒരു വിലയുമില്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോ ഞങ്ങളെ വിളിച്ചുകൊണ്ടുപോയി താങ്കൾ ഒരു ATM ഇല്ല, പെട്രോൾ ബങ്കിൽ കാശ് എടുക്കുന്നില്ല. ഞാൻ ഒറ്റ ലളിതമായി ഡോക്ടർ മേരി ജോർജിനോട് സൂചിപ്പിക്കും. അതായത് ATM-കളില്ല, ഈ പറയുന്ന പെട്രോൾ ബങ്കുകളിൽ എണ്ണ അടിക്കാൻ ചെല്ലുമ്പോൾ 500 അല്ലെങ്കിൽ ഇന്നലെ രാത്രി വന്നതിന് ശേഷം ഒരു ആളുടെ കയ്യിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ചില്ലറ അങ്ങനെ എനിക്ക് മധു നായർ അദ്ദേഹത്തെ മാറ്റി നിർത്തും. ബാക്കിയുള്ള വലിയ ഒരു സമൂഹം, ഒരു ജനത, അവർ കാണുന്ന ഈ ബുദ്ധിമുട്ടിനെ നമ്മൾക്ക് അങ്ങനെ ലാഘവത്ത് ബുദ്ധിയോടുകൂടി കാണാൻ കഴിയുമോ? സാമ്പത്തിക വിദഗ്ധയാണെങ്കിൽ അത് മനസ്സിലാക്കാം. ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ഈ 125 കോടിയുടെയും ക്രയ വിക്രയത്തെ ഒരു ദിവസം കെട്ടിയിടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ ഗതികേടാകുന്ന അല്ലെങ്കിൽ അതൊരു ഫിനാൻഷ്യൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നതിന് ഈക്വലൻ്റ് ആണ്. പക്ഷെ അതിനകത്ത് സർവ്വസാധാരണക്കാരെ നിത്യനിദാന ആവശ്യങ്ങൾക്ക് സഹായിക്കത്തക്ക രീതിയിലുള്ള പഴുതുകൾ റിസർവ് ബാങ്ക് തന്നെ ഇന്നലെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതൊന്ന്. പിന്നെ ഒരു രാഷ്ട്രത്തിലുള്ള കള്ളപ്പണത്തിന് എങ്ങനെയെങ്കിലും പരിധി നിശ്ചയിക്കുകയും കടിഞ്ഞാണിടുകയും ചെയ്യണമെന്ന് ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് തീരുമാനിക്കുകയും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ നിൽക്കണം. അത് സഹിക്കണമെന്നാണോ ശ്രീ സമ്പത്ത്? കാരണം ആത്യന്തിക ലക്ഷ്യം കാണാതെ പോകരുത്. എനിക്ക് തോന്നുന്നു ഡോക്ടർ മേരി സാമ്പത്തിക വിദഗ്ധയാണ് അദ്ദേഹം.
പക്ഷേ ജനം നേരിടുന്ന താങ്കൾ ജനപ്രതിനിധിയാണ്, ജനങ്ങളുടെ ബുദ്ധിമുട്ട് അത് രണ്ട് തലത്തിൽ. ഒന്ന് സാമ്പത്തിക വിദഗ്ധ, അദ്ദേഹത്തെ എനിക്ക് ഡോക്ടർ മേരി ജോർജ് ആ തലത്തിലേ സംസാരിക്കാൻ പറ്റും. പക്ഷേ താങ്കൾ ഒരു ജനപ്രതിനിധിയാണ്. ഈ തിരുവനന്തപുരത്തെ ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ വിഷയം താങ്കൾക്ക് നാട്ടിലേക്ക് ഇറങ്ങാം. നമ്മൾ ഇന്ന് സ്റ്റുഡിയോയിലിരുന്ന് സംസാരിക്കുന്ന പോലെയല്ല യാഥാർത്ഥ്യം. ടീച്ചർ പറഞ്ഞ കാര്യത്തോട്, ഞാനും ഒരു എക്കണോമിക്സിൻ്റെ പഴയ വിദ്യാർത്ഥി ആയിരുന്നതുകൊണ്ട് ടീച്ചർ പറഞ്ഞ കാര്യത്തോട് ആശയപരമായി ഞാൻ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ അതൊരു അക്കാഡമിക് തലത്തിൽ അതെല്ലാം ശരിയാണ്. പക്ഷെ ജീവിതമാണ് യാഥാർത്ഥ്യം. ഇന്ത്യയിൽ 125 കോടി ആളുകൾ പറയുമ്പോൾ ഇന്ത്യയുടെ മൊത്തം ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിന് തുല്യമായിട്ടുള്ള ആസ്തിയും പണവും ഇന്ത്യയിലെ ഏതാണ്ട് 1% വരുന്ന ആളുകളുടെ കയ്യിലാണ്. അവരാരൊക്കെയാണെന്ന് ഇന്ത്യ ഗവൺമെൻറ്റിന് അറിയാം. അവർ തന്നെയാണ് ഈ വിധത്തിൽ കള്ളപ്പണം കൈകാര്യം ചെയ്തിട്ടുള്ളത്. നന്നായി പണമുള്ളവർക്ക് മാത്രമേ കള്ളപ്പണം ആ വിധത്തിൽ അത് അവരുടെ കയ്യിലേക്ക് എത്തൂ. ആ കള്ളപ്പണം കൊണ്ടേ കള്ളപ്പണം ഉണ്ടാക്കാനും കഴിയുകയുള്ളൂ. ആ കള്ളപ്പണം ഉണ്ടാക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെ അറിവും സമ്മതവും ഒത്താശയും എല്ലാം നിശ്ചയമായി ഉണ്ടാവും. ഞാൻ ഗവൺമെൻറ് എന്ന് ഉദ്ദേശിച്ചത് ഭരണ നേതൃത്വത്തിൻ്റെ തലപ്പത്തുള്ള ആളുകളും കോർപ്പറേറ്റിൻ്റെ മേധാവികൾ, കോർപ്പറേറ്റ് ഹൗസസിൻ്റെ മേധാവികളും ബില്യണേഴ്സ് ആൻഡ് മില്യണേഴ്സ്, ഒപ്പം ഉദ്യോഗസ്ഥ പ്രമാണിമാരും. ഇവർ 3 പേരും ചേർന്നുള്ള ഒരു അൺഹോളി നെക്സസ്, ഒരു അൺഹോളി ട്രയാങ്കിൾ, ഒരു അവിശുദ്ധ ത്രികോണ സഖ്യം. ഇതാണ് പരസ്പരം കൂടുതൽ കള്ളപ്പണം ഉണ്ടാക്കുക, ആ കള്ളപ്പണം അത് കൂടുതൽ കള്ളപ്പണം വെളുപ്പിക്കുക, കള്ളപ്പണം ഇന്ത്യക്ക് പുറത്തേക്ക് കടത്തുക. കള്ളപ്പണം വെറുതെ നമ്മൾ ഒരുപക്ഷെ പുറച്ചിലല്ല, അതിനകത്ത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ തന്നെയാണ്. 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചതാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 100 ദിവസത്തിനകം ഓരോ ഇന്ത്യക്കാരുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ 15 ലക്ഷം രൂപ വീതം എത്തിക്കും. ഇന്ത്യക്ക് പുറത്തേക്ക് കള്ളപ്പണം അങ്ങനെ കടത്തിയിട്ടുള്ളത് ഞങ്ങൾ കണ്ടെത്തും. ആ കള്ളപ്പണക്കാരുടെ പേരുവിവരങ്ങൾ പ്രഖ്യാപിക്കും. അവരെ ഞങ്ങൾ പിടികൂടും, അവരെ കുറ്റവിചാരണ ചെയ്യും, അവരെ ശിക്ഷിക്കും. അതായത് ആ പ്രഖ്യാപനങ്ങളുടെ തുടർ മാർഗങ്ങളല്ല എന്നാണ് താങ്കൾ ഈ നടപടി പറയുന്നത്. തുഗ്ലക്ക് മോഡൽ പരിഷ്കാരമാണ്. ശ്രീ KVS ഹരിദാസ്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നയം, സമ്പത്തിന്റെ വാക്ക് കടമെടുക്കുകയാണെങ്കിൽ തുഗ്ലക് മോഡൽ നയമാണോ എടുത്തിരിക്കുന്നത്? താങ്കളും എനിക്ക് തോന്നുന്നു കയ്യിൽ 500ഉം 1000ഉം താങ്കളുടെ പോക്കറ്റിലും കാണുമെന്ന് വിശ്വസിക്കുന്നു. രാവിലെ എത്തുമ്പോൾ ഇതുമായി ഒന്ന് പൊതുനിരത്തിലേക്ക് താങ്കൾ ഇറങ്ങിയാൽ ഇന്നത്തെ ബുദ്ധിമുട്ട് മനസ്സിലാകും. കാരണം എനിക്ക് തോന്നുന്നു മധുനായർ അന്തം വിട്ട് ഇരിക്കുകയാണ്. കാരണം അദ്ദേഹം ഇവിടെ വന്നപ്പോഴാണ് സാഹചര്യം അറിയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിലുമുണ്ട് ഇതുപോലെ സാധാരണക്കാരായ നിരവധി ആളുകൾ, പ്രത്യേകിച്ച് പെട്രോൾ പമ്പ്. അത് തന്നെ നമുക്ക് എടുക്കാം. കൊച്ചിയിലെ താങ്കളുടെ നാട്ടിൽ നിന്നുള്ള റിപ്പോർട്ടാണ് നേരത്തെ ഉമേഷ് പറഞ്ഞത്. ഇങ്ങനെ ഒരു തുഗ്ലക് നയമാണോ സ്വീകരിച്ചത്? പ്രതീക്ഷേ, ഇതൊരു വലിയ 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 സംഭവമാണ് ശരിക്കും. അത്തരം വലിയ ചില തീരുമാനങ്ങൾ മുമ്പോൾ ഉണ്ടാകാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ള ടീച്ചറിനോടാണ്. ടീച്ചർ ഈ പലപ്പോഴും നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളെ രൂക്ഷമായിട്ട് വിമർശിക്കുന്ന സ്വഭാവമുള്ള ആളാണ്. പക്ഷേ ഇത്തവണ ഈ കാര്യത്തിൽ ഒരു ശക്തമായ നിലപാട് എടുത്തതിൽ സന്തോഷം. നമ്മൾ ഇപ്പോൾ ഈ കള്ളപ്പണത്തിൻ്റെ കാര്യം ശ്രീ സമ്പത്തൊക്കെ സൂചിപ്പിച്ചു. കള്ളപ്പണത്തിന് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി നിയമിച്ചിട്ടുള്ള ഒരു SIT ഉണ്ട്. അവരത് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് പിന്തുണ നൽകുന്നത് ആ SITക്കാണ്. ഒരു റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള സംവിധാനമാണത്. അത് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അതിന് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ ചെയ്യാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രതീക്ഷ, നമ്മൾ കാണേണ്ടത് ഇപ്പം ഈ കള്ളപ്പണത്തിന് വേണ്ടി മാത്രമല്ല ഈ തീരുമാനം എന്നത് നമ്മൾ കാണാതെ പോയിക്കൂടാ. കാരണം അതിനേക്കാൾ ഉപരി നമ്മൾ കാണേണ്ടത് കള്ളനോട്ടുകളാണ്. വിദേശത്ത് അടിച്ച കോടിക്കണക്കിന് ഉറുപ്പിക ഒരു സമാന്തര എക്കണോമി തന്നെ അവരിവിടെ ഉണ്ടാക്കിയിരിക്കുന്നു. എത്രയോ വർഷങ്ങളായിട്ട് അത് കാണുന്നു. നമ്മൾ ഇവിടെ വരുന്ന പല മേഖലകളിലും ഈ കള്ളനോട്ടിൻ്റെ വ്യാപാരം വളരെ 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 നമുക്ക് ചിന്തിക്കാനാവുന്നതിനപ്പുറത്തേക്കായിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമാണ് ജമ്മു കാശ്മീരിൽ നിന്ന് കണ്ടെത്തിയ ഒരു വലിയ 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 ഗൂഢസംഘത്തെ. കാരണം പാകിസ്ഥാനിലും നേപ്പാളിലുമൊക്കെ അച്ചടിച്ച് വരുന്ന നോട്ടുകളാണ് അവിടെ ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആർമിയും മറ്റ് സുരക്ഷാ വിഭാഗങ്ങളും ഇത് അനവധി വർഷങ്ങളായിട്ട് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഉന്നയിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷൻസ് ഇല്ലായിരുന്നു. ഒരു കറൻസി പിൻവലിക്കുന്ന സമയത്ത് പകരം ജനങ്ങൾക്ക് കൊടുക്കാനൊരു സംവിധാനം വേണ്ടേ? എനിക്ക് തോന്നുന്നത് ഗവൺമെന്റ് കാത്തിരുന്നത് പുതിയ 500 രൂപയുടെ നോട്ട് തയ്യാറാക്കി 2000-ന്റെ നോട്ട് കൊണ്ടുവന്നു. പാർലമെന്റിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ നടത്തിയ ഈ കള്ളനോട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ പറയുന്ന ഒരു മെറിറ്റ് ഉണ്ടാകുമോ? കള്ളപ്പണത്തിന്റെ കള്ളനോട്ടിന്റെ കാര്യത്തിൽ കള്ളനോട്ട് കൂടി അതിന്റെ ഗ്രാവിറ്റിയാണ് രാജ്യത്ത് ഉണ്ടാകുന്നതിനെ പറ്റി പറഞ്ഞു. കള്ളനോട്ട് പണ്ട് കള്ളത്തുട്ടാണ്.
നമ്മുടെ കോയിനെ, അത് രാജവാഴ്ച കാലത്തെല്ലാം അന്ന് കള്ളനോട്ട്, കൗണ്ടർ ഫീറ്റ്, പിന്നെ കൗണ്ടർ ഫീറ്റ് മണി. ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഡോളർ ഇന്ത്യൻ രൂപ അല്ല, അതുകൊണ്ട് ഈ ഇന്ത്യൻ രൂപ അച്ചടിക്കുന്നതിനേക്കാൾ ഈ കള്ളനോട്ട് അടിക്കാൻ എളുപ്പം US ഡോളറാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കള്ളനോട്ട് വാസ്തവത്തിൽ ഇതൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോൾ പുതിയ 500 രൂപ വരുന്നു, പുതിയ 1000 രൂപ വരുന്നു, ഒക്കെ ശരിയാണ്. അപ്പോഴും കൗണ്ടർ ഫീറ്റ് നോട്ട് തന്നെയല്ലേ വരുള്ളൂ. എപ്പോഴും ഈ എലി ഉണ്ടല്ലോ, അത് ദ മോൾ വിൽ ഫൈൻഡ് ഹിസ് ഓൺ വേ, അതിൻ്റെ ഹോള് അത് കണ്ടുപിടിച്ചോളും ഏതെങ്കിലും വിധത്തിൽ. ഈ കള്ളനെ പുറകെയാണ് പോലീസ് എപ്പോഴും ഓടുന്നത്. ഇതിവിടെ സംഭവിക്കുന്നത് വാസ്തവത്തിൽ ഇതിന് ഫലപ്രദമായി ഇതിനൊരു പഠനം ഇതുവരെ വാസ്തവത്തിൽ നടത്തിയിട്ടില്ല. ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞത്, ഞാൻ പട്ടാള ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചു എന്നാണ്. ഇന്ത്യയിൽ പട്ടാള ഭരണമല്ല, പട്ടാള മേധാവികളല്ല ഇന്ത്യയിലെ ഫിനാൻഷ്യൽ സിസ്റ്റം എങ്ങനെ ആയിരിക്കണം, ഇന്ത്യയുടെ എക്കോണമിയിൽ എന്താണ് നടത്തേണ്ടത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തീരുമാനം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത്. ഇന്ത്യയിൽ എപ്പോഴും നടക്കുന്നത് എന്താണ്? പാകിസ്ഥാനിലെ പോലെ അല്ല. പാകിസ്ഥാനിലെ പട്ടാളത്തിൻ്റെ ഒരു സേ ഉണ്ട്, പാർലമെൻറ്റിലും പട്ടാളത്തിൻ്റെ പ്രതിനിധിയുണ്ട്, പട്ടാളത്തിൻ്റെ ദയാദാക്ഷിണ്യത്തിലാണ് അവിടുത്തെ സിവിലിയൻ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ സിവിലിയൻ ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. ആ സിവിലിയൻ ഗവൺമെൻറ് ഞങ്ങളോടാണ് ഉത്തരം പറയേണ്ടത്, ഞങ്ങളാണ് ജനങ്ങളോട് ഉത്തരം പറയേണ്ടത്, ഞങ്ങളാണ് ജനപ്രതിനിധികളായിട്ടുള്ളവർ. ഇവിടെ ഇന്ത്യ ഗവൺമെൻറ് ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനം ജനങ്ങൾക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലയിൽ നമ്മൾ പ്രവാസികളായിട്ടുള്ള അന്യസംസ്ഥാന തൊഴിലാളികളെ കുറിച്ച് പറയുകയാണ്. അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ഇവിടെ ജോലി ചെയ്ത് ലേബർ ക്യാമ്പുകളിലാണ്. അവർക്ക് ഓരോ വീക്കെൻഡിൽ കൊടുക്കുന്നത് 500 രൂപ 1000 രൂപയുടെ നോട്ടുകളായിട്ടാണ് കയ്യിൽ കൊടുക്കുന്നത്. ഇവരിനി ഇത് കൊണ്ടുപോയി മാറ്റാൻ പോകണം. ഇന്ന് രാവിലെ നിങ്ങളൊരു കാര്യം നോക്കും, ഏത് പോസ്റ്റ് ഓഫീസിൽ ചെന്നാലാണ് 1000 രൂപയുടെയും 500 രൂപയുടെയും പകരം നോട്ട് 10 രൂപയുടേതും 50 രൂപയുടേതും വരെയായി തരാനായി ഈ നമ്മുടെ സംസ്ഥാനത്ത്, കേരളത്തിൻ്റെ, ഞാൻ വടക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ പറയുന്നില്ല, നമ്മുടെ നാട്ടിലെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ട് എങ്കിൽ ആ അക്കൗണ്ട് നമ്മൾ പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ട് അത് RD ഡെപ്പോസിറ്റ് ഉണ്ട് എങ്കിൽ നിങ്ങളൊരു 25,000 രൂപയുടെയോ 30,000 രൂപയുടെ, അതിനൊന്നും പാൻ കാർഡ് വേണ്ട, 50,000 വരെ പാൻ കാർഡ് വേണ്ട, ആ പണം പിൻവലിക്കാനായി പോസ്റ്റ് ഓഫീസിൽ ചെന്നാൽ അവർ പറയുന്നത്, സാർ ഒന്ന് ഉച്ച കഴിഞ്ഞിട്ട് വരുമോ? കാരണം ആ പണം എടുക്കാൻ ബാങ്ക്, ആ പോസ്റ്റ് ഓഫീസിൽ ഒരു സാധാരണ അവരുടെ ഡെയിലി ബിസിനസ് അതാണ് ഡോക്ടർ. അതായത് ഇരച്ചു കയറും ജനം ഇരച്ചു കയറും. കാരണം ഇന്നത്തെ ബാങ്കുകളിലേക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ജീവനക്കാരുടെ ഒക്കെ തന്നെ 3 ദിവസത്തേക്ക് പ്രവർത്തിക്കുന്നില്ല, ജീവനക്കാരില്ല. ജീവനക്കാർ പല പോസ്റ്റ് ഓഫീസുകളിലും ജീവനക്കാരുടെ ശുഷ്കമായ അവസ്ഥ ഇതൊക്കെ കാണാനും ജനം ഇരച്ചു കയറുമ്പോൾ ഈ 1500 പകരം ചില്ലറയാണ്, മറ്റു നോട്ടുകളാണ് കൊടുക്കേണ്ടത്. തൽക്കാലം ഒരു ചോദ്യം ചോദിക്കട്ടെ. 1917 ബോൾഷെവിക് റവല്യൂഷൻ കഴിഞ്ഞ് സ്റ്റാലിനിസ്റ്റ് ഗവൺമെൻറ് ഭരണത്തിൽ, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഭരണത്തിൽ വന്ന ദ വെരി നെക്സ്റ്റ് ഡേ റൂബിൾ കറൻസി കംപ്ലീറ്റ് ആയിട്ട് ഇൻവാലിഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. അതായത് തലേന്ന് കോടീശ്വരനായിട്ട് ഉറങ്ങാൻ കിടന്നവൻ പിറ്റേ ദിവസം അന്നത്തെ ആ കാലഘട്ടത്തിന്റെ അല്ല, അതുപോലെ ഒരു കാലഘട്ടം തന്നെയാണ് കള്ളനോട്ട് കൊണ്ട് കുമിഞ്ഞു കൂടി. അതായത് നമ്മുടെ ഇന്ത്യയുടെ വികസന പ്രക്രിയയെ ത്വാർട്ട് ചെയ്യത്തക്ക, തകിടം മറിക്കത്തക്ക രീതിയിൽ കള്ളനോട്ട്, അതായത് 23% ഇവിടെ ക്രയവിക്രയത്തിൽ ഇരിക്കുന്ന പണത്തിലെ 23-24% കള്ളപ്പണമാണെന്ന് ഔദ്യോഗികമായിട്ട് തന്നെ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് ഇന്നലെ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ബോൾഷെവിക് റെവല്യൂഷനോട് താരതമ്യം ചെയ്യല്ല ഞാൻ, അതിനെ അതിജീവിച്ചു റഷ്യൻ ജനത എന്നുണ്ടെങ്കിൽ ഈ ഒരു ദിവസം, ഇന്നും നാളെയും മാത്രം, അത് കഴിഞ്ഞ് അടുത്ത ദിവസം മുതൽ നമുക്ക് പണം പിൻവലിക്കാം. പക്ഷേ അതിന് ചില ചിട്ടവട്ടങ്ങൾ വന്നിരിക്കുന്നു കുറച്ച് ദിവസത്തേക്ക്. ആ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് കേന്ദ്ര ഗവൺമെന്റിനോട് സഹകരിച്ചുകൂടെ? ഈ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിന്, ഇവിടുത്തെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക്, ഇതിനൊക്കെ വേണ്ടിയാണ് ഗവൺമെന്റ് ഈ പണം ഉപയോഗിക്കാൻ പോകുന്നത്. അതായത് ഡോക്ടർ മധു നായർ, ഒരു സാധാരണക്കാരന്റെ ജീവിതത്തെ കുറിച്ചാണ് താങ്കൾ ചിന്തിക്കേണ്ടത്. കാരണം ഇന്നത്തെ സ്ഥിതിയിൽ, കാരണം ഇത് എത്രത്തോളം പോകുമെന്ന് അറിയില്ല. കാരണം മറ്റിടപാടുകൾ പോലും, ബാങ്കുകളിൽ മറ്റിടപാടുകൾ എനിക്ക് തോന്നുന്നില്ല നടക്കുമെന്ന്. ആ രീതിയിൽ ജനം ഇടിച്ചു കയറും. ഇന്നത്തെ സ്ഥിതിയിൽ എങ്ങനെയാണ് താങ്കൾ ഒരു സാധാരണക്കാരൻ്റെ പക്ഷത്തിൽ നിന്നും ചിന്തിക്കുന്നത്? ഞാൻ വളരെയധികം സന്തോഷവാനാണ്. കാരണം ഇന്നും നാളെ കടം കൊടുക്കാനുള്ള കുറേ ആളുകൾ അവരോട് എനിക്ക് ധൈര്യമായിട്ട് പറയാം, ആശാനെ എന്ത് ചെയ്യാനായിട്ട് കയ്യിരിക്കണ അല്ല 500 1000 അതിന്റെ അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് എൻ്റെ സുഹൃത്ത് എടുക്കുന്നത്, അതും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എനിക്ക് പേഴ്സണലി എനിക്ക് ഒട്ടും തന്നെ ഒരു എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ഇന്നത്തോടുകൂടി 500 രൂപ എൻ്റെ കയ്യിരിക്കുന്നത് ഇൻവാലിഡ് ഒന്നും അല്ല. ഡിസംബർ 30-ാം തീയതി വരെ അത് മാറുവാനായിട്ടുള്ള എല്ലാ പ്രൊവിഷൻസും ഉണ്ട്. കുറച്ച് അസൗകര്യങ്ങളുണ്ടാവും. പക്ഷേ സമ്പത്തിനോട് ഞാൻ വിയോജിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ടൊന്നും പരിപാടി നടക്കില്ല. പക്ഷേ പിന്നെ ഏതുകൊണ്ട് നടക്കും
അതെനിക്കറിയില്ല. ഇതുകൊണ്ട് ചിലപ്പോൾ ഒരു 5% സൊല്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത്രയും ആയിക്കോട്ടെ. അതാണ് ഞാൻ എല്ലാ ബഹുമാനത്തോടു കൂടി ഞാൻ യോജിക്കുന്ന ഒരു കാര്യം, കള്ളപ്പണം ആരുടേതൊക്കെയാണ് എന്ന്, എവിടെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഇന്ത്യ ഗവൺമെൻറ്റിന് അറിയാത്തതല്ല. അറിയാത്തതല്ല. അങ്ങനെ അറിയില്ലായിരുന്നുവെങ്കിൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് കടന്നു വരാനായി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതായ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി അത്തരത്തിലൊരു പ്രസംഗം നടത്തില്ലായിരുന്നു. അതല്ല അറിഞ്ഞുകൊണ്ടാണ് നടത്തിയതെങ്കിൽ അത് ജനങ്ങളെ പറ്റിക്കാനായിരുന്നു. മൂന്നാമത്തെ കാര്യം, കള്ളപ്പണം രാജ്യത്ത് പെരുകിക്കൊണ്ടേയിരിക്കുകയാണെന്നുള്ളത് കാലാകാലങ്ങളിൽ ഗവൺമെൻറ്റിന് അറിയുമ്പോഴും അത് നിയമവിരുദ്ധമായ മാർഗങ്ങളിൽ കൂടിയാണ് ഈ കള്ളപ്പണം ഉണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ ലോ ബ്രേക്കറാണ്. ആ നിയമവിരുദ്ധമായ മാർഗങ്ങളിൽ കൂടി കള്ളപ്പണം ഉണ്ടാക്കുമ്പോൾ അത് വൈറ്റ് കോളർ ക്രൈമായി നിങ്ങൾ അങ്ങനെയാണ് കാണുന്നത് എങ്കിൽ മറ്റുള്ളവരെല്ലാം ചെയ്യുന്നത് അതെല്ലാം തന്നെ നിങ്ങൾ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ഇത് ശിക്ഷിക്കപ്പെടേണ്ടതില്ല. അപ്പോൾ ഈ കള്ളത്തരത്തിൽ കൂടി നിയമവിരുദ്ധമായി ഉണ്ടാക്കിയ പണത്തെ വെളുപ്പിക്കാനായി ആനുകൂല്യങ്ങൾ നൽകുക. ആ ആനുകൂല്യങ്ങൾ നൽകിയാലും അവരത് വെളുപ്പിക്കാനായി വരുന്നില്ല. അതിൽ 35% ഗവൺമെന്റിന് കിട്ടുന്നത്. അതായത് ഈ വലിയ ബൃഹത്തായ കണക്കുകൾ അല്ലെങ്കിൽ ലിസ്റ്റ് പട്ടിക ഉണ്ടെങ്കിൽ അതിലേക്ക് പോയിട്ടില്ല എന്ന് ഇന്ത്യയുടെ പ്രകൃതിവാതകം കട്ടെടുത്തത്, അതിന് മലയാളത്തിൽ കട്ടെടുത്തു എന്ന് തന്നെ പറയണമല്ലോ, സ്റ്റീലിംഗ് ആണ്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് സ്റ്റീലിംഗ് ആണ്, വാസ് ഗോയിങ് ഓൺ ഫോർ സോ മെനി ഇയേഴ്സ്. ഇന്ത്യയിലെ വലിയ കുത്തക കുടുംബമാണ് ചെയ്തത്. അത്തരത്തിൽ ആ കമ്പനിയെ ഇന്ത്യ ഗവൺമെന്റിന് ഇങ്ങനെ ശിക്ഷിക്കേണ്ടതായ ഒരു ഗതികേടിലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ അവർ എത്രമാത്രം കള്ളപ്പണം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട കമ്പനി, ആ കമ്പനിക്ക് ഓസ്ട്രേലിയയിൽ പോയിട്ട് അവർ നിയമവിരുദ്ധമായ മാർഗങ്ങൾ അവലംബിച്ചു എന്ന് ഓസ്ട്രേലിയയിലെ കോടതി അവരെ ശിക്ഷിക്കുന്നതായ നിലയുണ്ടായി. എങ്ങനെ? ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ ഇന്ത്യയിൽ നിന്ന് ശതകോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾ, പാർലമെന്റ് അംഗം ഉൾപ്പെടെ, ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ച് ഇന്ത്യ വിട്ട് പുറത്തു പോവുകയും അവർ ഇപ്പോഴും UK ഉൾപ്പെടെ പലയിടങ്ങളിലും ഭരണകൂടത്തിൻ്റെ തലപ്പത്ത് അതിൻ്റെ എല്ലാം സുഖശീലളിമയിൽ അവരെല്ലാം കഴിയുകയും ചെയ്യുന്നു. ഇതൊന്നും ഗവൺമെൻറ്റിൻ്റെ അറിവും സമ്മതവും ഒന്നുമില്ലാതെയാണ് ഇതെല്ലാം നടന്നതെന്നാണോ? എന്നിട്ട് ഇത് പറയുക, ഇതെല്ലാം ചെയ്യേണ്ടത് കള്ളപ്പണം കണ്ടുകെട്ടണം, കള്ളനോട്ടുകൾ ആ വിധത്തിൽ ക്രയവിക്രയം പാടില്ല, ഇതെല്ലാം ശരിയാണ്. പക്ഷെ അതിന് സാധാരണക്കാരല്ല പിഴ മൂളേണ്ടത്. ഗവൺമെന്റിന്റെ ഡ്യൂട്ടി ഗവൺമെന്റ് ചെയ്യാത്തതിന് പാവപ്പെട്ട ജനം അത് സഹിക്കേണ്ടതുണ്ടോ? ഈ ജനം സഹിക്കുന്നത് ഒരു ദിവസമല്ല. ഈ പറയുന്ന നിങ്ങൾ നൽകിയിരിക്കുന്ന റെക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ടൈം, ആ ടൈമിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകും. അത്രയും ദിനം ഈ മാർഗങ്ങൾ പലതും അവലംബിക്കാതെ ലിസ്റ്റ് ചെയ്യപ്പെട്ട പട്ടികയിൽ തൊടാൻ ഭയന്ന് ഭീമന്മാരെ തൊടാതെ ഇങ്ങനെ ജനം ഇതിൻ്റെയൊക്കെ ബാധ്യത ഏൽക്കേണ്ടി വരേണ്ട സാഹചര്യം ഉണ്ടോ ഇത്ര നാൾ? ശ്രീ KVS. സമ്പത്ത് പറഞ്ഞ പോലെ ഈ ഭീമന്മാരെ തൊടുന്നില്ല എന്നെങ്ങനെയാ പറയുന്നേ? കള്ള നോട്ട് വീട്ടിൽ വച്ചിട്ടുള്ള ആൾക്കാർക്ക്, കണക്കിൽപ്പെടാത്ത കറൻസി വീട്ടിൽ സൂക്ഷിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇതൊരു മുന്നറിയിപ്പാണ്. അവർക്ക് ആ പണം പുറത്തെടുക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഈ നോട്ട് മാറണമെങ്കിൽ എന്താ ചെയ്യുക? ബാങ്കിൽ പോകണം. ബാങ്കിൽ ചെന്നാൽ സ്വാഭാവികമായിട്ട് അത് അക്കൗണ്ടബിൾ മണി അല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല, തിരിച്ചെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കണക്കിൽപ്പെടും. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള എത്ര നോട്ടുണ്ടെങ്കിലും ബാങ്കിൽ പോയാൽ മാറിക്കിട്ടും, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അത് മാറിക്കിട്ടും. നിങ്ങളത് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യൂ. ആ എമൗണ്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 5 ലക്ഷം ഉറുപ്പികയുണ്ട്, എൻ്റെ അക്കൗണ്ടഡ് മണിയാണെങ്കിൽ നിങ്ങൾക്ക് പോകാം, ബാങ്കിൽ പോകാം, ബാങ്കിൽ കൊണ്ട് അടയ്ക്കാം, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ പണം പോകും. അത് ഡിസംബർ 31 വരെ സൗകര്യമുണ്ട്. ഒരാൾക്കും ഒരു നയാ പൈസ നഷ്ടപ്പെടില്ല. പക്ഷെ അൺഅക്കൗണ്ടഡ് മണി വീട്ടിൽ കെട്ടി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ പണം ഇനി പുറത്തെടുക്കാൻ പറ്റില്ല. പുറത്തെടുക്കാൻ പറ്റില്ല എന്നത് തന്നെയാണ് ഈ തീരുമാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം. ഞാൻ വേറൊന്നുകൂടി പറയാം. സമ്പത്തിന് ഓർമ്മയുണ്ടാവും, 1978 ജനതാ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന സമയത്ത് 5000-ൻ്റെയും 10,000-ൻ്റെയും കറൻസി പിൻവലിച്ചു. ഓർമ്മയുണ്ടാവും. അന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിരുന്ന HM പട്ടേലാണ് ധനകാര്യമന്ത്രി. ചരൺ സിംഗും മൊറാർജിയും ഒക്കെ ഉൾപ്പെട്ട ഒരു തീരുമാനമായിരുന്നു, സുപ്രധാന തീരുമാനം. അന്ന് അത് പറയാനുള്ള കാരണം, അന്ന് എടുക്കാനുള്ള തീരുമാനത്തിന് കാരണം ഇന്ദിരാഗാന്ധിയുടെ കൈവശം കോടിക്കണക്കിന് ഉറുപ്പികയുടെ കള്ളപ്പണമുണ്ട്, അത് അവർ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ജനതാ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷവും കോൺഗ്രസ് കോടിക്കണക്കിന് ഉറുപ്പിക പുറത്തിട്ട് കളിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ. അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് അന്ന് അത്തരത്തിലൊരു തീരുമാനം എടുത്തത്. 10,000-ൻ്റെയും 5,000-ൻ്റെയും കറൻസികളാണ് പിൻവലിച്ചത്. നമ്മളിവിടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വശം, എനിക്ക് സമ്പത്തൊക്കെ യോജിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കള്ളപ്പണം ഒഴുകുന്ന ഒരു സന്ദർഭം തെരഞ്ഞെടുപ്പാണ്.
നമ്മളത് അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമില്ല. എല്ലാവരും എല്ലാ പാർട്ടികളും ഉപയോഗിക്കുന്ന അക്കൗണ്ടഡ് മണിയാണെന്നൊന്നും എനിക്ക് തോന്നണില്ല. ഇത്തവണ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് ഉള്ള മുൻകരുതൽ അല്ലെങ്കിൽ മുന്നൊരുക്കം നടക്കുന്ന വേളയിലാണ് ഇത്തരത്തിലൊരു സുപ്രധാന തീരുമാനം വന്നിട്ടുള്ളത്. ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ പ്രത്യാഘാതം, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണേണ്ടി വരും. പലരും കോടിക്കണക്കിന് ഉറപ്പിക്കുക കെട്ടി ശേഖരിച്ച് വച്ചിട്ടുണ്ടാവും, പല പാർട്ടികളും പല നേതാക്കന്മാരും. അതൊക്കെ പുറത്തെടുക്കാൻ പറ്റാത്ത സ്ഥിതി കൂടി ഉണ്ടാവും. അതിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് നമ്മൾ വിചാരിക്കാവുന്നതിന് അപ്പുറമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം രാഷ്ട്രീയ രംഗത്താണ്. നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ, എത്ര ആക്ഷേപങ്ങളും കണ്ടിട്ടുണ്ട്. ഈ ഉണ്ടാക്കിയിട്ടുള്ള പണമൊന്നും ബാങ്കിൽ പോയിട്ടില്ല എന്ന് നമുക്കൊക്കെ അറിയാം. വീട്ടിൽ നോട്ടെണ്ണ യന്ത്രം വരെ സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ കേരളത്തിൽ ചർച്ച ചെയ്തിട്ടില്ലേ. അപ്പോൾ അത്തരം സന്ദർഭങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ മുമ്പിൽ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയ രംഗത്തുള്ള കള്ളപ്പണം കൂടി പുറത്തു കൊണ്ടുവരുന്നതിനുള്ള ഒരു സുപ്രധാന തീരുമാനം തന്നെയായിരിക്കും ഇത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മൾ കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നു ഈ ആശങ്ക പ്രകടിപ്പിക്കുന്ന സാധാരണക്കാരുടെ ആശങ്ക നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മളതിനെ കൊണ്ടുപോകരുത്. കാരണം ഈ സാധാരണ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ഈ സമയത്ത് ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭ്യർത്ഥന. ശ്രീ സമ്പത്ത്, ഇവിടെ ബോധ്യപ്പെടുത്താൻ ജനങ്ങളിൽ, കാരണം ഈ ആശയക്കുഴപ്പം ഇന്ന് പെട്രോൾ പമ്പിൽ കണ്ടതാണെങ്കിൽ കൂടിയും ഒരുപക്ഷെ അവർക്ക് അറിയുന്നില്ല, വലിയൊരു അപകടം മുന്നിൽ വന്ന് ഭവിച്ചു എന്ന. ഞാനിതിൽ വാസ്തവത്തിൽ ഞാൻ ഇന്നലെ രാത്രി മുതൽ ഈ ജനങ്ങളുടേതായിട്ടുള്ള കഷ്ടപ്പാട് കണ്ടത് ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ക്രെഡിറ്റ് കാർഡുള്ള ആളിനെ സംബന്ധിച്ച് ഒരു ഷോപ്പിംഗ് മാളിലേക്ക് പോയി അറ്റ് ദ സ്വൈപ്പ് ഓഫ് ദ കാർഡ് ആവശ്യമുള്ള സാധനം വേണമെങ്കിൽ അതെത്തും. അതല്ല, നല്ല ധനാഢ്യരാണ് എങ്കിൽ വിളിച്ച് മാത്രം പറഞ്ഞാൽ മതി, അവർ ഈ ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യാനുള്ള യന്ത്രവുമായി വീട്ടിൽ വന്നിട്ട് സാധനങ്ങൾ വീട്ടിലെത്തിച്ചു തരും. പക്ഷെ പുറത്തു പോയി അന്നുള്ള സാധനങ്ങൾ പുറത്തു പോയി വാങ്ങുന്നവരും ആശുപത്രിയിൽ മരുന്ന് വാങ്ങാൻ പോകുന്നവരും പെട്രോൾ പമ്പിൽ പോയി അന്നത്തേക്ക് ഒരു സ്കൂട്ടറുള്ള ആൾ ഒന്നും എന്ന് പറയുന്നത്, നമ്മളാരും വണ്ടിയിൽ മുഴുവൻ നിറയ്ക്കുന്നത് പോലെ അല്ല സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥരോ സാധാരണ തൊഴിലാളിയോ പോകുന്നു. ഒന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. 1 ലിറ്റർ പെട്രോളും 1 ഔൺസ് ഓയിലും 2T അതാണ് ഒഴിക്കുന്നത്. ചരിച്ചു വെച്ചിട്ട് ഒന്നും ഓരോ ദിവസം അവർ അറിയുകയാണ് പെട്രോളിന് വില കൂടി എന്നുള്ളതിനെ സംബന്ധിച്ച്. ആ പെട്രോൾ പമ്പിൽ പോയിട്ട് ഇത് കൂടി പെട്രോൾ പമ്പുകാരൻ പറയും ഇത് ഇന്നലെ രാത്രി മുതൽ നിർത്തി, ചേട്ടാ എടുക്കില്ല എന്ന് ആ കുട്ടി അവിടെ നിൽക്കുന്നതായിട്ടുള്ള ഒരു പെൺകുട്ടി പറയുകയാണെങ്കിൽ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല, വണ്ടി കൊണ്ടുപോകാൻ കഴിയില്ല, ഓട്ടോറിക്ഷയിൽ കയറി ഇത് കൊടുക്കാനായിട്ട് കഴിയില്ല. ഇത് 1 ദിവസത്തേക്കല്ല 2 ദിവസത്തേക്കല്ല. ഇനി ഇത് മാറ്റി വാങ്ങാമെന്നുള്ളതാണ് പറയും. മാറ്റി വാങ്ങാനായി ഞാൻ ഏത് ബാങ്കിലാണെന്ന് പോകേണ്ടത്? നാളെ ഏത് ബാങ്കിലാണ് ഞാൻ പോകേണ്ടത്? ആ ബാങ്കിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കണമെന്ന് പറഞ്ഞാൽ ഈ ജോലിക്ക് പോകാതെ ആളുകൾ പോയി ക്യൂ നിൽക്കണമെന്നാണോ? ഇന്നലെ തന്നെ പറയുകയുണ്ടായി, മാറ്റി വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് ആരെങ്കിലും ചോദിച്ചാൽ നോട്ട് കൊടുക്കരുത് എന്നാണ്. അപ്പോൾ ഞാൻ ജോലിക്ക് പോകാതെ, എൻ്റെ ഭാര്യ ജോലിക്ക് പോകാതെ, അല്ലെങ്കിൽ എൻ്റെ കുട്ടിയെ ഞാൻ കോളേജിൽ അയക്കാതെ അവിടെ ക്യൂവിലേക്ക് ഞാൻ നിർത്തണം. ഈ കാര്യത്തിന് തന്നല്ലോ. ഇനി ഇത് മാത്രമല്ല, ATM കൗണ്ടറുകളിൽ നിന്നുള്ള വിഡ്രോയലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇന്നലെ കേട്ടത്. ഇനി അതിൽ മാറ്റം വരുത്തുന്നൊന്നും അറിയില്ല. ഇന്നലെ രാത്രിയുള്ള വാർത്തയിൽ അറിഞ്ഞത് ആദ്യം അറിഞ്ഞത് ഒരു ദിവസം പരമാവധി 2000, ഒരാഴ്ചയിൽ 10000. പിന്നീട് തന്നെ ടെലിവിഷനുകളിൽ കൂടി വാർത്ത വന്നത്, ഡൽഹിയിൽ നിന്ന് തന്നെ വന്ന വാർത്ത, ഒരു ദിവസത്തിൽ പരമാവധി 10000, ഒരു ആഴ്ചയിൽ പരമാവധി 20000. എൻ്റെ ഒരു വിനീതമായ ചോദ്യം, താങ്കൾക്കൊരു കാറുണ്ട് എങ്കിൽ ഒരാഴ്ചയിൽ ഒരു തവണ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചാൽ 2000 രൂപയിൽ ആ പെട്രോൾ നിൽക്കൂ? ഇതെങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതാണ് ഈ വിധത്തിൽ പറയുന്നത്. വിലക്കയറ്റം കാരണമാണല്ലോ ഈ നോട്ടുകൾ 100 രൂപ 1977 100 രൂപയുടെ വില ഇന്ന് 500 രൂപയുടെ വിലയ്ക്കും അപ്പുറമാണ്. ഈ കള്ളപ്പണമെല്ലാം ആളുകൾ മറ്റു രീതിയിൽ, അത് ഞാൻ ഈ പറഞ്ഞതുപോലെ വില കൂടിയ ലോഹങ്ങളായി, വില കൂടിയ കല്ലുകളായി, പിന്നെ ഈ വില കൂടിയ മറ്റേതെങ്കിലും വിധത്തിലുള്ള സാധന സാമഗ്രികളായി, അതിൽ ഇലക്ട്രോണിക് സാധനങ്ങളാവില്ല, ഇലക്ട്രോണിക് സാധനത്തിന് വില കുറയലാണ്. വസ്തുക്കൾ, റിയൽ എസ്റ്റേറ്റ്, ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ആരൊക്കെയാണ് പിടിമുറുക്കിയിട്ടുള്ളത്? അവിടെ കള്ളപ്പണം ഏർപ്പാട് നന്നായി മറിയുകയാണല്ലോ. ഇത് ആർക്കാണ് നിയന്ത്രിക്കാൻ കഴിയണത്? ഈ കള്ളപ്പണം ഉള്ളവരെല്ലാം കൊണ്ടുവന്ന്, ചിലരെല്ലാം പണ്ട് രാഷ്ട്രീയ നേതാക്കൾ ചിലരെല്ലാം കക്കൂസിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നെന്നും മെത്തയിൽ വെച്ച് കിടന്നുറങ്ങിയെന്നും അവർക്കെല്ലാം പിന്നെ ഉറക്കമില്ലാത്ത അങ്ങനെ ഒന്നും അല്ലല്ലോ ഇന്ത്യയിലെ ഇവരെല്ലാവരും കള്ളപ്പണം ഉള്ള. എന്തായാലും ഡോക്ടർ മേരി ജോർജ്, താങ്കൾ കൂടി ഒരു പുറത്തേക്ക് കൂടി ഒന്ന് ജനമധ്യത്തിലേക്ക് ഒന്ന് ഇറങ്ങണമെന്ന ഒരു തലം കൂടി, കാരണം നമുക്കറിയാം, കാരണം നേരത്തെ മധുനായർ സൂചിപ്പിച്ചതുപോലെ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്, അതായത് കുറച്ച് ഒരു 5% നമുക്ക് ഒരു അത്തരത്തിൽ അതിന് ഒരു പക്ഷേ സഹിക്കും. എങ്കിലും ഈ ഒരു കാലദൈർഘ്യമുണ്ട്. മാത്രവുമല്ല, നേരത്തെ സംഭവം സൂചിപ്പിച്ചതുപോലെ തൊടാൻ വലിയൊരു സാഹചര്യം കിടക്കുക, അതിലേക്ക് പോകാതെ
മാറി നിൽക്കുന്ന ഒരു കാഴ്ചപ്പാട് കൂടി. അതിനെ നമ്മൾ ഒരർത്ഥത്തിൽ കള്ളപ്പണം അൺഎർത്ത് ചെയ്തിട്ടില്ല. കള്ളപ്പണം ബ്ലാക്ക് മണി ഹാസ് നോട്ട് ബീൻ അൺഎർത്ത്ഡ്. ആ ബ്ലാക്ക് മണി ഒരു പാരലൽ എക്കോണമി ടീച്ചറും സമ്മതിക്കും. ഞങ്ങളെല്ലാം പഠിപ്പിക്കുമ്പോഴേ അവരെല്ലാം പറയാറുള്ള കാര്യം ബ്ലാക്ക് മണി ഒരു പാരലൽ എക്കോണമിക്ക് വേണ്ടി അതിങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നു. ഒറ്റ കാര്യം ഞാനൊരു നേർക്കാഴ്ച വേണമെങ്കിൽ ജിതിൻ, തിരുവനന്തപുരം തലസ്ഥാന നഗരിയിലെ കാഴ്ചകൾ നമുക്കൊപ്പം ഇതാണ് ചൂണ്ടിക്കാട്ടിയത് ഡോക്ടർ മേരി ജോർജ്. കാരണം ഇന്ന് ശസ്ത്രക്രിയകൾ പല ആശുപത്രികളിലും നിശ്ചയിക്കപ്പെട്ടിരുന്നു. അതൊന്നും അവർ ഡിസ്ചാർജ് നടത്താത്ത സ്വകാര്യ ആശുപത്രികളുണ്ട്, ഡിസ്ചാർജ് ചെയ്യാത്ത ആശുപത്രികളുണ്ട്. അങ്ങനെയൊക്കെ സങ്കീർണതകൾ പോകുന്നു. എന്തായാലും സഹിച്ചേ പറ്റൂ എന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധ എന്ന നിലയിൽ താങ്കൾ പറയുന്നത്. ഞാനത് തന്നെയാണ് പറയുന്നത്. കാരണം ഇത് നമ്മൾ ഗവൺമെൻറ്റിനോടുള്ള സഹകരണമാണ്. ഒരു ഡെമോക്രസിയിൽ ഇത്തരം സഹകരണങ്ങളും വല്ലപ്പോഴും ഒക്കെ ആവശ്യമായിട്ട് വരും. നമ്മൾ ആഗ്രഹിക്കുന്നത് മാത്രം നടക്കണം, അങ്ങനെ നടക്കാറേ ഇല്ല നമ്മുടെ ഡെമോക്രസിയിൽ, അത് വേറെ കാര്യം. പക്ഷേ ഇക്കാര്യം ഇതൊരു ശക്തമായ നടപടിയാണ്. ഒരു ശക്തമായ നടപടി ഗവൺമെൻറ് എടുക്കണമെങ്കിൽ വളരെയധികം ശരി.